അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ചോദിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാവുകയും മടിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. നിർബന്ധമായും നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് കുളി നിർബന്ധമാകുന്ന 6 കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ 6 കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൂടി ഇതിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുതരാം. ഈ ഒരു വീഡിയോ കൃത്യമായി കണ്ടാൽ ഇന്ന കാര്യമുണ്ടായാൽ കുളിക്കണോ വേണ്ടേ എന്നുള്ളതിൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായ ഒരു ധാരണയുണ്ടാവും. പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ്, ഇങ്ങനെ ഉണ്ടായി കുളിക്കണോ, ഇങ്ങനെ ഉണ്ടായാൽ കുളിക്കണോ വേണ്ടേ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും തുടങ്ങിയ വിഷയങ്ങളൊക്കെ. എന്നാൽ ഈ ഒറ്റ വീഡിയോ കാണുന്നതിലൂടെ ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുകയും ഈ ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാൾക്ക് പുറപ്പെട്ടത് മനിയാണോ മതിയാണോ എന്ന് സംശയം വന്നാൽ അവനിക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അല്ല എങ്കിൽ ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ. ഇനി ഈ പ്രസവിക്കപ്പെട്ടത് മാംസക്കട്ടയാണെങ്കിൽ അവിടെ കുളിക്കേണ്ടതുണ്ടോ, അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങൾ, അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരും. കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധമായ ഇസ്ലാമിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രധാനമായും നിസ്കാരം, ഇങ്ങനെയുള്ള ഇബാദത്തുകൾ നമുക്കറിയാം. അവിടെ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷമാണ് ചെയ്യുക. ഈ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രധാനമായും 2 തരത്തിൽ ശുദ്ധിയാവലുണ്ട്. ഒന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാം, മറ്റൊന്ന് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാം. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉളൂ ചെയ്യുന്നത്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ ഒരാൾ ഫർദ് കുളിക്കണോ വേണ്ടേ എന്ന് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെയാണ് ഫർദ് കുളിക്കേണ്ടി വരുന്ന കാരണങ്ങൾ എന്നതിനെപ്പറ്റി അവനിക്കൊരു ധാരണയുണ്ടാകും. ആ കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാരണമുണ്ടായാൽ ഫർദ് കുളിക്കണം, അല്ല എങ്കിൽ കുളിക്കണ്ട എന്ന് അവനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഫർദ് കുളിയുടെ കാരണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ 6 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് ഖുറൂജ് മനി, അവൻ്റെ മനി പുറപ്പെടുക എന്നുള്ളതാണ്. ഒരു സ്ത്രീകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഈ പുറപ്പെട്ടത് ഇന്ദ്രിയമാണ്, മനിയാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. സാധാരണ പുരുഷന്മാർക്ക് ഈ വിഷയങ്ങളൊക്കെ സംശയം വരാം. ഈ പുറപ്പെട്ടത് മനിയാണോ മതിയാണോ എന്നുള്ളതിലൊക്കെ ആയിരിക്കും. മനിയ്, മതിയ്, വതി ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മനിയെ പുറപ്പെട്ടാലാണ് നമ്മൾ കുളിക്കേണ്ടത്. ഈ ഒന്നിരിക്കൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളൊക്കെ പൊക്കുന്ന ഘട്ടങ്ങളിൽ ഗുഹ്യഭാഗങ്ങൾ ചെറിയ നനവ് പോലെയൊക്കെ കണ്ടെന്ന് വെക്കാം. വസി എന്നാണ് അതിന് പറയാം. ഈ മതി എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഈ ഇന്ദ്രിയം പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ പുറപ്പെടുന്ന ദ്രാവകങ്ങൾക്കാണ് മതി എന്ന് പറയാം. പക്ഷേ ഈ വസിയും മതിൻ്റെ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി, അത് വസ്ത്രത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രമൊക്കെ വൃത്തിയാക്കി ഉളൂ ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ കുളിക്കൽ നിർബന്ധമില്ല. അത് ചെറിയ ശുദ്ധി ഉണ്ടാവുന്ന ഘട്ടമാണ്, വലിയ ശുദ്ധി അതുമൂലം ഉണ്ടാവില്ല. അവിടെ നമ്മൾ അത് നജസാണ്, ഉളൂ ചെയ്ത് അവിടെ വൃത്തിയാക്കി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ മതി. ഇനി മനിയെ പുറപ്പെട്ടാൽ മനസ്സിലാക്കേണ്ടത് മനിയെ പുറപ്പെട്ടാലാണ് കുളിക്കുക എന്നുള്ളത് നിർബന്ധമുള്ളമായിട്ട് മാറുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ പുറപ്പെട്ടത് മനിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ മനിയാണെന്ന് മനസ്സിലാക്കാൻ 3 കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. ഒന്ന്, ഈ മനിയാണ് പുറപ്പെട്ടതെങ്കിൽ ഒരൽപ്പം തട്ടി എന്ന രൂപത്തിലായിരിക്കും പുറപ്പെടാം. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന പോലെ ഒരു ഫ്ലോ എന്നതിലപ്പുറത്ത് ഒരൽപ്പം തട്ടി എന്ന രൂപത്തിലായിരിക്കും മനിയെ പുറപ്പെടാം. രണ്ടാമതൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനി പുറപ്പെടുമ്പോൾ വളരെ സുഖം അല്ലെങ്കിൽ ഒരു രസം അവൻ കൂടുതലായി അനുഭവിക്കും. അതായത് വളരെ അങ്ങേറ്റമുള്ള ഒരു രസം അവൻ അനുഭവിക്കും. അത്തരമൊരു ഘട്ടങ്ങളിലായിരിക്കും മനി പുറപ്പെടാം. മൂന്നാമതൊരു വിഷയം എന്ന് വെച്ചാൽ, ഈ മനിയെ അത് നനവുള്ള ഘട്ടമാണെങ്കിൽ, അതായത് ഉണങ്ങാത്ത ഒരു പച്ചയായ ഘട്ടമാണെങ്കിൽ അതിനൊക്കെ ഗോതമ്പ് മാവിൻ്റെ മണമായിരിക്കും. അതൊരു ഉണങ്ങിയ ഘട്ടമാണെങ്കിൽ അത് മുട്ടയുടെ വെള്ള അതിൻ്റെ മണമായിരിക്കും ഈ മനീനിക്ക് ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ മണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഈ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ വെച്ച് ഒരാൾക്ക് മനിയാണെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇപ്പോൾ ഒരു വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു പുതപ്പിലോ ഇങ്ങനെ മനി പുറപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ കണ്ടു, അത് വേറൊരാളിടാവാൻ സാധ്യതയില്ല, അവൻ്റെ അവനാണ് സാധ്യത. അങ്ങനെ കണ്ടാൽ അവൻ അവിടെ കുളിക്കണം. എന്നിട്ട് കുളിച്ചതിന് ശേഷം നേരത്തെ അവൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരമൊക്കെ ഇപ്പോൾ അവൻ മടക്കി നിസ്കരിക്കണം കുളിച്ചതിന് ശേഷം. ഇനി ഒരാൾക്ക് പുറപ്പെട്ടത് ഈ 3 കാരണങ്ങളെ കൊണ്ട് അവനക്ക് മനസ്സിലാക്കാൻ പറ്റും മനിയാണോ മതിയാണോ എന്നുള്ളത്. മനി പുറപ്പെട്ടാലാണ് അവൻ കുളിക്കേണ്ടത്, മതി പുറപ്പെട്ടാൽ അവൻ കുളിക്കേണ്ടതില്ല.
ഇനി ഇങ്ങനെ അവൻ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി, പക്ഷെ അവനിക്ക് എന്തായാലും ഇത് പുറപ്പെട്ടത് മനിയാണോ മതിയാണോ എന്നതിൽ ഉറപ്പിക്കാൻ പറ്റുന്നേയില്ല. അവനിക്കിത് അറിയുന്നേയില്ല. ഇത് മനിയാവാനും ചാൻസ് ഉണ്ട്, മതിയാവാനും ചാൻസ് ഉണ്ട്. എങ്ങനെയായാലും അവൻ അവൻ്റെതായ രൂപത്തിൽ കൃത്യമായി അന്വേഷിച്ച് അവനിക്കൊരു ഉറപ്പിലെത്തുന്നില്ല. അതായത് അവനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഒരാൾക്ക് വന്നാൽ അവൻ അവൻ്റെതായ കൃത്യമായ ഒരു നിഗമനത്തിൽ ആലോചിച്ചെടുത്ത് അവൻ ഇത് മനിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ അവൻ കുളിക്കണം. ഇനി അതല്ല, അവൻ്റെ കൃത്യമായ ഒരു നിഗമനത്തിൽ ഇത് മനിയല്ല മതിയാണെന്നുള്ള ഒരു ധാരണയിലാണ് അവനെത്തുന്നത്. അങ്ങനെ ധാരണയിലെത്തിയാൽ അവിടെ നിന്ന് വൃത്തിയാക്കി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ മതി, കുളിക്കേണ്ടതില്ല. അങ്ങനെ ഒട്ടും വേർതിരിച്ച് അറിയാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അവനിക്ക് വന്നാൽ അവനിക്ക് അവിടെ തഹയ്യറ, അതായത് അവനിക്ക് ഒന്നിരിക്കൽ മനിയാണെന്ന നിഗമനത്തിലെത്തി അവൻ അവിടെ കുളിക്കണം, അല്ലെങ്കിൽ മതിയാണെന്ന നിഗമനത്തിലാണ് അവൻ എത്തുന്നതെങ്കിൽ അവിടെ അതിനെ വൃത്തിയാക്കി ഉളൂ ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ആവശ്യം മനസ്സിലാക്കുക, കുളിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ മനിയും മതിയും എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. രണ്ടാമത് കുളി നിർബന്ധമാകുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാരണം പറഞ്ഞു മനി പുറപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണമാണ് മനസ്സിലാക്കുക, ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിക്കലാണ്. ഈ ഹഷ്ഫ എന്ന് വെക്കുന്നത് ചേലാകർമ്മം ചെയ്യുന്ന ആ ഭാഗമാണ്. ഇനി ചെയ്തിട്ടില്ല എങ്കിൽ അത്രയും ഭാഗം, അത്രയും ഭാഗം ഫർജിലേക്ക് ഗുഹ്യ ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ചില ആളുകളുടെ ഒരു സംശയം എന്ന് വെച്ചാൽ ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിച്ചിട്ടും സ്ഖലനം ഉണ്ടായില്ലെങ്കിൽ കുളിക്കണോ എന്നുള്ളതാണ്. അതായത് ഈ ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിക്കുക എന്നുള്ളത് തന്നെ കുളിക്കാനുള്ള ഒരു കാരണമാണ്. അവിടെ സ്ഖലനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിച്ചാൽ കുളിക്കണം, ആവശ്യം കൃത്യമായി മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഹൈദ്, അതായത് ആർത്തവമാണ്. ഈ ആർത്തവം നമുക്കറിയാം സ്ത്രീകളിൽ വരുന്ന ഒരു രക്തമാണ് ആർത്തവം എന്നുള്ളത്. അതായത് സ്ത്രീകളുടെ ഈ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെ പ്രധാനമായും മൂന്നായി നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഹൈദ്, മറ്റൊന്ന് നിഫാസ്, മറ്റൊന്ന് ഇസ്തിഹാദത്ത്. ഹൈദ് എന്ന് വെച്ചാൽ ആർത്തവാണ്. ഈ ഹൈദ് ഉണ്ടായാൽ ഒരു പെണ്ണ് കുളിക്കണം. ഈ ഹൈദ് എപ്പോഴാണ് സാധാരണ ഹൈദ് ഉണ്ടാവുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായത്രയാണ് ഒരു പെണ്ണിനിക്ക് ഹൈദ് ഉണ്ടാവാന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ പ്രായത്രയാണ്. അതായത് അറബി കലണ്ടർ പ്രകാരം എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്കറിയാം ഒരു വർഷത്തിൽ 10-11 ദിവസങ്ങളുടെയൊക്കെ വ്യത്യാസം അറബി കലണ്ടറും ഇംഗ്ലീഷ് കലണ്ടറും തമ്മിൽ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അറബി കലണ്ടർ ഒരു 10-11 ദിവസം കുറവായിരിക്കും. അതായത് ഇംഗ്ലീഷ് കലണ്ടറിൽ നമുക്ക് ഒരു 10 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ അറബി കലണ്ടർ പ്രകാരം 10 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാകും. ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഈ അറബി കലണ്ടർ പ്രകാരം ഒരു കുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാവാം, അല്ലെങ്കിൽ 9 വയസ്സിന് തൊട്ട് മുന്നേയുള്ള 16 ദിവസം, അതായത് 9 വയസ്സിന് തൊട്ട് മുന്നേയുള്ള 16 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 8 വയസ്സ് പൂർത്തിയായി 11 മാസവും പൂർത്തിയായി 14 ദിവസം അല്ലെങ്കിൽ 13 ദിവസം അങ്ങനെ പൂർത്തിയാകുന്നൊരു ഘട്ടം. അതായത് 9 വയസ്സിന് തൊട്ട് മുന്നേയുള്ള 16 ദിവസം. ഇങ്ങനെ 9 വയസ്സിന് തൊട്ട് മുന്നേയുള്ള 16 ദിവസത്തിന് ഇടയിലാണ് ഒരു കുട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയ പ്രായം ആർത്തവം രക്തം പുറപ്പെടാനുള്ളത്. സാധാരണ പറയുകയാണെങ്കിൽ 9 വയസ്സാണ് ഒരു കുട്ടിക്ക് അറബി കലണ്ടർ പ്രകാരം ആർത്തവ രക്തം പുറപ്പെടാൻ ഏറ്റവും ചുരുങ്ങിയ പ്രായം. ആ 9 വയസ്സിന് മുന്നേയുള്ള 16 ദിവസത്തിന് അകത്താണ് ഒരു കുട്ടിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നതെങ്കിലും അത് ആർത്തവമായേക്കാം. അതിന് മുമ്പ് ഉണ്ടാവാണ് ഒരു 8 വയസ്സിലോ 7 വയസ്സിലോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ആർത്തവമായിരിക്കില്ല, ഹൈലായിരിക്കില്ല. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഈ ആർത്തവം പുറപ്പെട്ടാൽ അത് ഏറ്റവും ചുരുങ്ങിയ സമയം എപ്പോഴാണ്? അത് സാധാരണ അതിൻ്റെ ചുരുങ്ങിയ സമയം എന്ന് വെച്ചാൽ ഒരു ദിവസമാണ്. ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു രാത്രിയും ഒരു പകലും. അത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഉണ്ടാവണമെന്നില്ല. സാധാരണ ഒരു ദിവസം എന്ന് പറയുന്ന രൂപത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം. സാധാരണഗതിയിൽ അത് ഉണ്ടാവുക 6-7 ദിവസങ്ങളാണ്. മാക്സിമം പോയാൽ കണ്ടിന്യൂസ് ആയത് വരാം 15 ദിവസങ്ങളാണ്. അപ്പോൾ ഒരു പെണ്ണിനിക്ക് ആർത്തവം തുടങ്ങി 15 ദിവസം വരെ മാക്സിമം ആർത്തവം കണ്ടിന്യൂസ് ആയി ഉണ്ടാവാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഒരിക്കൽ ആർത്തവം നിന്നു അടുത്ത ആർത്തവം സ്റ്റാർട്ട് ചെയ്യാം. അതായത് അക്കല്ലു തുഹുർ എന്നാണ് പറയുക. ഒരു ആർത്തവത്തിൻ്റെയും മറ്റൊരു ആർത്തവത്തിൻ്റെയും ഇടയിൽ മിനിമം 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ആർത്തവം നിന്നു അടുത്ത ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് മിനിമം 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആവശ്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ഒരു പെണ്ണിനിക്ക് ഈ ആർത്തവവും അതേപോലെ തന്നെ ഇസ്തിഹാലത്ത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം പ്രധാനമായും 3 തരത്തിലാണ് വരിക: ഹൈദ്, നിഫാസ്, അതേപോലെ ഇസ്തിഹാലത്ത്. ഈ ഹൈദിനിക്കാണ് ആർത്തവം, മെൻസസ് എന്നൊക്കെ വിളിക്കുന്നത്. രണ്ടാമതൊരു ഘട്ടമാണല്ലോ ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ ഈ ഹൈദും ഇസ്തിഹാലത്തും എങ്ങനെ വേർതിരിയാം? ഇസ്തിഹാലത്ത് എന്ന് വെച്ചാൽ അതൊരു രോഗരക്തമാണ്.
സാധാരണ ഒരു നോർമൽ ബ്ലീഡിങ് ഉണ്ടാവുക, അതൊരു രക്തമായിട്ടാണ് കണക്കാക്കപ്പെടുക. അങ്ങനെ കണക്കാക്കപ്പെടുന്ന ഇസ്തിഹാലത്തിൻ്റെ ഘട്ടം അത് വലിയ ശുദ്ധിയുടെ ഘട്ടമല്ല, അവിടെ കുളിക്കേണ്ടതില്ല. അതേ സമയത്ത് ആ സമയങ്ങൾ അവൾക്കൊക്കെ നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ആ നിസ്കരിക്കുക എന്നുള്ളതൊക്കെ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ഈ ഇസ്തിഹാലത്തിൻ്റെ ഘട്ടത്തിൽ നിസ്കരിക്കുക എന്ന് വെച്ചാൽ ഓരോ നിത്യശുദ്ധിയുടെ ഘട്ടമായിട്ട് അവർ മാറും. അങ്ങനെയാവുമ്പോൾ ഓരോ ഫർദ് നിസ്കാരങ്ങൾക്കും ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ വൃത്തിയാക്കി എന്തെങ്കിലും തുണി പോലത്തതൊക്കെ വെച്ചിട്ടാണ് അവൾ നിസ്കരിക്കേണ്ടത്. പഞ്ഞ് പോലത്തതൊക്കെ വെച്ചിട്ടാണ് അവൾ നിസ്കരിക്കേണ്ടത്. ആവശ്യം മനസ്സിലാക്കുക. അതായത് അവിടെ വൃത്തിയാക്കി പഞ്ഞ് പോലത്തത് വെച്ച് ശേഷം ഉളവ് ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതായത് ഒറ്റ ഉളവ് കൊണ്ട് ഒരു ഫർദ് നിസ്കാരമേ പറ്റൂ. സുന്നത്ത് നിസ്കാരങ്ങൾ അത്രയും ആവാം. ഓരോ നിസ്കാരങ്ങൾക്കും ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. അതായത് നിത്യശുദ്ധിക്കാരൻ എന്ത് ചെയ്യണം എന്നുള്ള വിഷയമൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഹൈലും ഇസ്തിഹാലും തമ്മിലൊക്കെ എങ്ങനെ പെട്ടെന്ന് വേർതിരിച്ചറിയാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സമയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ഹൈലാണെങ്കിൽ ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തിനേക്കാളും ചുരുങ്ങിയ സമയം ഒരു 2 സെക്കൻഡ്, ഒരു 3 സെക്കൻഡ്, 4 സെക്കൻഡ് അങ്ങനെ മാത്രമായിട്ട് വരാണ്. അങ്ങനെ മാത്രം വന്നതെങ്കിൽ അത് മെൻസസിൻ്റെ ബ്ലീഡിങ് ആവില്ല. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ 15 ദിവസത്തിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. മെൻസസ് ആണെങ്കിൽ മാക്സിമം 15 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. അതിൽ കൂടുതലാണെങ്കിൽ അവിടെയും ഇസ്തിഹാലത്താകും. ഇനി ഇസ്തിഹാലത്താകുമ്പോൾ അത് ഇസ്തിഹാലത്ത് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് നേരത്തെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിലായി സംസാരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മെൻസസിൻ്റെ ബ്ലീഡിങ് ആണെങ്കിൽ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. അതായത് കുറച്ചുകൂടി കട്ടി ഇത് ഇസ്തിഹാലത്തിൻ്റെതാകുമ്പോൾ അത്ര കട്ടി കുറവായിരിക്കും. ഇത് ഹൈലി ഡാർക്ക് കളറായിരിക്കും. മറ്റേത് കളറിൽ വ്യത്യാസം വരും. അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് മെൻസസിൻ്റെതാണെന്നോ ഇസ്തിഹാലത്തിൻ്റെതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും കുളി നിർബന്ധമാകുന്ന മൂന്നാമത്തെ കാര്യമാണ് ഹൈദ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി കുളി നിർബന്ധമാകുന്ന നാലാമത്തെ കാര്യമാണല്ലോ ഈ നിഫാസ് എന്ന് പറയുന്നത്. അതായത് പ്രസവാനന്തരം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് എന്നുള്ളത്. അത് മനസ്സിലാക്കാം. അപ്പോൾ പ്രസവിച്ച് ഗർഭാശയങ്കാരിയായി ഈ ഒരു 15 ദിവസത്തിനകം ഈ രക്തം പുറപ്പെടും, നിഫാസിൻ്റെ രക്തം പുറപ്പെടും. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ നിഫാസിൻ്റെ രക്തത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എന്നുള്ളത് ഒരു നിമിഷമാണ്. അതായത് ഒറ്റ തവണ ബ്ലീഡിങ് ഉണ്ടായി പെട്ടെന്ന് തന്നെ അത് അവസാനിച്ചേക്കാം. സാധാരണ ഇത് 40 ദിവസങ്ങളാണ്, മാക്സിമം പോയാൽ 60 ദിവസങ്ങളാണ്. അപ്പോൾ നിഫാസിൻ്റെ രക്തങ്ങൾ 60 ദിവസങ്ങൾ വരെ പോയേക്കാം. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഈ പ്രസവാനന്തരം 40ൻ്റെ കുളി എന്നൊക്കെ പറഞ്ഞ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി പോവാറുണ്ട്. ഇനി മനസ്സിലാക്കുക, സാധാരണ സ്ത്രീകൾക്ക് 40 ദിവസം നിന്ന് അവർ 40 ദിവസം ശുദ്ധിയായിട്ട് കുളിച്ചു പോകും. ഇനി 40 ദിവസം എവിടെ ഒരു വീട്ടിൽ നിന്ന് കുളിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് പോയാലും ഇല്ലെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് നേരത്തെ തന്നെ നിഫാസിൻ്റെ ബ്ലീഡിങ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ കുളിച്ച് നിസ്കാരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി 40 ദിവസവുമായിട്ടും അവസാനിച്ചിട്ടില്ല, 60 ദിവസമായിട്ടാണ് അവർക്ക് അവസാനിക്കുന്നത്, മാക്സിമം 60 ദിവസം വരെ അവർക്ക് പോയെങ്കിൽ അവർ ഇതിൻ്റെ ഇടയിൽ നിസ്കരിക്കാനൊന്നും പാടില്ല. അവർ കുളിച്ചതിന് അപ്പുറത്തെ വീട്ടിൽ പോയാലും പാടില്ല. അവർ ഈ നിഫാസിൻ്റെ ഒക്കെ ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് അവർക്കെപ്പോഴാണ് ബ്ലീഡിങ് കഴിയുന്നത് അത് ഓരോരുത്തർക്കും അവർക്ക് പേഴ്സണലായിട്ടാണല്ലോ അറിയുക. അപ്പോൾ അവർക്കെപ്പോഴാണ് കഴിയുന്നത് അതിനുശേഷമാണ് അവർ കുളിച്ച് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നേരത്തെ കഴിഞ്ഞാൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി പിന്നീട് ഇത് 40 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കഴിഞ്ഞതിന് ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുളിച്ചിട്ട് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. 60 ദിവസം വരെ ഇത് പോകാം. അതായത് ഈ നിഫാസിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് വെച്ചാൽ ഒരു നിമിഷം, ഒറ്റ സെക്കൻഡ് എങ്ങനെ കൊണ്ടൊക്കെ അത് അവസാനിക്കാം. അല്ല എങ്കിൽ സാധാരണ 40 ദിവസങ്ങളായിരിക്കും, മാക്സിമം പോയാൽ അത് 60 ദിവസങ്ങളായിരിക്കും. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ കുളി നിർബന്ധമാകുന്ന 5ാമത്തെ കാരണമാണ് വിലാദത്ത്. വിലാദത്ത് വെച്ചാൽ പ്രസവിക്കുക എന്നുള്ളത്. ഈ പ്രസവിക്കുക എന്ന് വെച്ചാൽ അതൊരു ഇറച്ചിക്കട്ട, ഒരു മാംസക്കട്ട പ്രസവിച്ചാൽ അല്ലെങ്കിൽ ഒരു രക്തക്കട്ട അങ്ങനെയാണ് പ്രസവിച്ചതെങ്കിലും കുളിക്കുക എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക. അതായത് കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതൊരു നനവോടെ കൂടെ അല്ല, നനവില്ലാതെ പ്രസവിക്കുകയാണെങ്കിലും കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ പ്രസവിക്കുക എന്നുള്ളതും കുളി നിർബന്ധമാകുന്ന ഒരു കാരണമാണ്. ഇനി കുളി നിർബന്ധമാകുന്ന 6ാമത്തെ കാരണമാണ് ഷഹീദല്ലാത്ത രൂപത്തിൽ ഒരു മുസ്ലിം മരണപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഷഹീദായിട്ട് ഒരാൾ മരണപ്പെട്ടു, ഷഹീദായ മയ്യത്തിന് കുളിപ്പിക്കേണ്ടതില്ല. അപ്പോൾ മയ്യത്തിന് കുളിപ്പിക്കുക എന്നുള്ളത് ഫർള് കിഫായാണ്, നമുക്കറിയാം, മറ്റുള്ളവരുടെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഷഹീദായ രൂപത്തിലാണ് ഒരു മുസ്ലിം മരണപ്പെട്ടതെങ്കിൽ ആ മുസ്ലിമിനെ കുളിപ്പിക്കേണ്ടതില്ല. ഷഹീദല്ലാത്ത രൂപത്തിൽ സാധാരണ മരണപ്പെടുന്ന വ്യക്തികൾ അവരെ കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് മറ്റുള്ളവരുടെ മേലാണ് നിർബന്ധമാകുന്നത്. ആവശ്യം മനസ്സിലാക്കുക. ഈ 6 കാര്യങ്ങളെ കൊണ്ടാണ് കുളി നിർബന്ധമാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും. ഇനി കുളി ഈ കാരണം ജനാപത്ത് കാരണം അല്ലെങ്കിൽ ആർത്തവം കാരണം, അതായത് വലിയ ശുദ്ധി കാരണം ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഈ വിഷയങ്ങൾ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.